വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ്. പാലക്കാട് നഗരസഭയിൽ വലിയ കയ്യാങ്കളി സംഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഹെഡ്ഗേവാർ വിവാദം നമുക്കറിയാം. നഗരസഭയുടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS താത്വികാചാരനായ ഹെഡ്ഗേവാറിന്റെ പേരിടാൻ അവിടുത്തെ BJP നഗരസഭ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെതിരെ ഇപ്പോൾ LDFന്റെ വലിയ പ്രതിഷേധം, കോൺഗ്രസും അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. പുറത്ത് CPIMന്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ പുറത്തും വലിയ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നഗരസഭാ കൗൺസിലിൽ വലിയ പ്രതിഷേധം ഇടതംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ UDF അംഗങ്ങളും ആ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നു. ഏതായാലും നഗരസഭയ്ക്ക് പുറത്ത് CPIMന്റെ പ്രതിഷേധം ഇതുകൂടാതെ വേറെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കൗൺസിലർമാർ തമ്മിൽ പരസ്പരം ചേരിതിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ വിവാദമായ സംഭവം നമുക്കറിയാം. നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവായ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ ഉള്ള തീരുമാനം BJP നഗരസഭ എടുക്കുന്നു. അതിന്റെ ശിലാഫലകം സ്ഥാപിക്കുന്നു. DYFI ഇടതുപക്ഷ പ്രവർത്തകർ ആ ശിലാഫലകം അവിടുന്ന് എടുത്തു മാറ്റുന്നു. വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെയും പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിൽ വലിയ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇപ്പോൾ ഇതാ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് ഇടതംഗങ്ങൾ. കോൺഗ്രസ് അംഗങ്ങളും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ നഗരസഭയ്ക്ക് പുറത്ത് CPIM പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലോ ഒന്നും പങ്കെടുക്കാത്ത ഒരാളുടെ പേര് എങ്ങനെ നഗരസഭയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഇടുമെന്ന ചോദ്യമാണ് അവിടെ പ്രധാനമായും ഉയർന്നത്. വേണമെങ്കിൽ BJPക്ക് അവരുടെ പാർട്ടി ആസ്ഥാനത്തോ അല്ലെങ്കിൽ പാർട്ടി സംവിധാനങ്ങൾക്കോ ഹെഡ്ഗേവാറിന്റെ പേരിടാം. അത് നഗരസഭയ്ക്ക് ആ പേരിടുന്നത് ഉചിതമല്ല. നഗരസഭയുടെ ഒരു സ്ഥാപനത്തിന് ആ പേരിടുന്നത് ഉചിതമല്ല എന്ന നിലപാട് തന്നെയാണ് അവിടെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. ആ രീതിയിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഇതാ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. സച്ചിൻ കൂടി ചേരുകയാണ്. സച്ചിൻ, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നഗരസഭാ യോഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടത് കൗൺസിലർമാർ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുന്നു യോഗത്തിൽ. അതോടൊപ്പം തന്നെ യോഗത്തിന് പുറത്ത്, നഗരസഭയ്ക്ക് പുറത്ത് CPIMന്റെ പ്രതിഷേധവും നടക്കുന്നു. മനു, തീർച്ചയായും. കാരണം ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെതിരെയാണ് നഗരസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ, CPIMന്റെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. ഒരു പ്രതിഷേധം തന്നെയാണ് എത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് എത്തിയിട്ടുള്ളത്. കാരണം BJPയുടെ കൗൺസിലർമാർ പ്രതിഷേധിച്ച CPIMന്റെയും അതുപോലെ തന്നെ UDFന്റെയും അംഗങ്ങളെയും ഒരു മർദ്ദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം നഗരസഭ ചെയർപേഴ്സൺ ഇത്തരത്തിലൊരു അജണ്ട ഒഴികെ ബാക്കിയെല്ലാം പാസാക്കി എന്ന തരത്തിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നഗരസഭ കൗൺസിൽ യോഗം പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെയാണ് ശക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇത്തരത്തിൽ നഗരസഭ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. RSS വർഗീയവാദിയായിട്ടുള്ള RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേരിടാൻ ഒരിക്കലും നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഒരിക്കലും പേരിടാൻ സമ്മതിക്കില്ല എന്ന കൃത്യമായ കാര്യം CPIMന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ഉന്നയിച്ചു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് BJPയുടെ നഗരസഭ കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ നഗരസഭ ഭരണാധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഉള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ പാലക്കാട് നഗരസഭയ്ക്ക് ഉള്ളിലും അതുപോലെ തന്നെ CPIMന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ആ പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം CPIMന്റെയും UDFന്റെയും കൗൺസിലർമാരെ BJPയുടെ കൗൺസിലർമാർ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് അടക്കം ഇടപെട്ടുകൊണ്ട് ഈ സംഘർഷാവസ്ഥ പരിഹരിക്കാനുള്ളൊരു നടപടിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കൗൺസിലർമാരാണ് ഇപ്പോൾ തമ്മിലടിച്ചിട്ടുള്ളത്. കാരണം ആദ്യം തന്നെ BJP കൗൺസിലർമാർ UDFന്റെയും CPIMന്റെയും കൗൺസിലർമാരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് പ്രകോപനമില്ലാതെ ഇടത് കൗൺസിലർമാരെയും UDF കൗൺസിലർമാരെയും മർദ്ദിക്കുകയായിരുന്നോ BJP പ്രവർത്തകർ അവിടെ, അല്ലെങ്കിൽ BJP കൗൺസിലർമാർ അവിടെ? ആ രീതിയിലാണോ കാര്യങ്ങൾ നടന്നത്? തീർച്ചയായും നഗരസഭാ കൗൺസിലിലെ ഹെഡ്ഗേവാറിന്റെ പേര് ഇടുന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPIMന്റെയും UDFന്റെയും കൗൺസിലർമാർ തുടക്കം മുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇതിന് യാതൊരു വിലയും നൽകാതെ കൗൺസിൽ യോഗം പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് BJP നഗരസഭാ ചെയർപേഴ്സന്റെയും അതുപോലെ തന്നെ വൈസ് ചെയർമാന്റെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ CPIMന്റെയും UDFന്റെയും കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ആ സമയത്താണ് നഗരസഭാ കൗൺസിലിലെ ഹാളിനുള്ളിൽ വെച്ച് BJPയുടെ കൗൺസിലർമാർ UDFന്റെയും CPIMന്റെയും കൗൺസിലർമാരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിപ്പോൾ ഒരു സംഘർഷ അവസ്ഥയിൽ കലാശിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അതായത് ഹെഡ്ഗേവാറിന്റെ പേര് പാലക്കാട് നഗരസഭ നിർമ്മിക്കാൻ പോകുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഒരിക്കലും അനുവദിക്കില്ല എന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ UDFന്റെയും
ബി ജെ പിയുടെയും കൗൺസിലർമാർ തമ്മിലടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സംഘർഷത്തിന് ശമനമില്ല, വീണ്ടും വീണ്ടും പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.